കോഴിക്കോട് മാറാട് അങ്കണവാടിയിലെ അധ്യാപിക കുട്ടിയെ മർദ്ദിച്ചതായി പരാതി. 4 വയസ്സുകാരനായ സ്വാത്വികിനെയാണ് മാറാട് ഭാവന അങ്കണവാടിയിലെ അധ്യാപിക ശ്രീകല സ്റ്റീൽ സ്കെയിൽ കൊണ്ടടിച്ചത്. അധ്യാപികയ്ക്കെതിരെ നിരവധി രക്ഷിതാക്കൾ മാറാട് പോലീസിലും ICDS സൂപ്പർവൈസർക്കും പരാതി നൽകി. കുട്ടികളെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് അധ്യാപിക പറയുന്നത്. ഡിസംബർ 6-ാം തീയതിയാണ് ഷനൂപ് ശില്പ ദമ്പതികളുടെ മകനായ സാത്വികിനെ അധ്യാപിക മർദ്ദിച്ചതായി പരാതിയിൽ പറയുന്നത്. മാറാട് കൈതവളപ്പ് ഭാവന അങ്കണവാടിയിലെ അധ്യാപികയായ ശ്രീകല സ്റ്റീൽ സ്കെയിൽ കൊണ്ട് കുട്ടിയുടെ കൈയിലടിക്കുകയായിരുന്നു. വീട്ടിലെത്തിയ കുട്ടി കൈ വേദനിക്കുന്നുവെന്ന് രക്ഷിതാക്കളെ അറിയിക്കുകയും കുട്ടിയെ പിന്നീട് ചികിത്സയ്ക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുകയുമായിരുന്നു. തുടർന്ന് സമാന അനുഭവങ്ങളുള്ള രക്ഷിതാക്കൾ അധ്യാപികയ്ക്കെതിരെ കൂടുതൽ പരാതികളുമായി രംഗത്തെത്തി. അധ്യാപികയ്ക്കെതിരെ രക്ഷിതാക്കൾ പോലീസിലും ICDS സൂപ്പർവൈസർക്കും പരാതി നൽകി. പിന്നെ മോന് എന്താ പറയാ, മോൻ പേടിച്ചിട്ട് കുട്ടിയൊന്നും ഉറങ്ങുന്നില്ല രാത്രി. കുട്ടിക്ക് ഭയങ്കര മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ചെറിയ കുട്ടിയാണ്. ഇപ്പം എൻ്റെ കുട്ടി എന്നല്ല, ഇപ്പൊ ഈ അംഗനവാടിയിൽ ഇപ്പം ഇങ്ങനെ പരാതിയുള്ള കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. ഭയങ്കര പ്രശ്നമാണ് കുട്ടികൾക്ക്, ഭയങ്കര പ്രശ്നമാണ് കുട്ടികൾക്ക്. അധ്യാപികയുടെ അടുത്ത് കുട്ടികൾ സുരക്ഷിതരല്ലെന്നും സ്നേഹവും വാത്സല്യവും നൽകേണ്ട അധ്യാപിക കുട്ടികളെ ഭയപ്പെടുത്തുകയാണെന്നും രക്ഷിതാക്കൾ പറയുന്നു. അധ്യാപികയെ മാറ്റണമെന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. കുട്ടി അങ്കലവാടി ഓടി വന്ന് അപ്പൊ ഞാൻ ചോദിച്ചു, കരഞ്ഞുകൊണ്ട് ഓടി വന്നപ്പോൾ ബാക്കിൽ കൂടെ ടീച്ചറും വരുന്നുണ്ട്. കുട്ടി വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ജനലിന് ഗ്രില്ലില്ല. കുട്ടി ടീച്ചറെ പേടിച്ചിട്ട് ആ ജനൽ തുറന്നിട്ട് കുട്ടി പുറത്തേക്ക് എടുത്ത് ചാടി. എന്നിട്ട് കുട്ടി പോയി ബാത്റൂമിൽ ഒളിച്ചിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചറോട് പറഞ്ഞു നിങ്ങൾ പോയിക്കോളി, എന്താന്ന് ഞാൻ ചോദിച്ചോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറയുന്നത് ടീച്ചർ അടിച്ചപ്പോൾ ഞാൻ ഓടി വന്നതാണെന്ന്. ഞാൻ പോയി ചോദിക്കട്ടെ എന്ന് വെച്ചപ്പോൾ മോൻ പറയണത് എന്താണെന്ന് പറയാം, ഉമ്മച്ചിനെ ടീച്ചർ ചീത്ത പറയും, അതിനോണ്ട് ഉമ്മച്ചി പോവണ്ട, ചോദിക്കേണ്ട, എനിക്ക് പേടിയാണ്, ഞാൻ പിന്നെ അങ്കലവാടി പോകില്ലാന്ന്. കുട്ടികളെ മർദ്ദിക്കാറില്ലെന്നും ഇത്രയും രക്ഷിതാക്കൾ എന്തുകൊണ്ടാണ് പരാതിയുമായി രംഗത്തെത്തിയതെന്ന് അറിയില്ലെന്നും അധ്യാപിക ശ്രീകല പറഞ്ഞു. ന്യൂസ് മലയാളം, കോഴിക്കോട്.